സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം UDF സർക്കാരിന്റെ ഒരു മേന്മയെ സംബന്ധിച്ചാണ്. VD സതീഷിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് യാതൊരു വിധമായ നെഗറ്റീവും ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കഴിഞ്ഞ സർക്കാരിനെ ഒന്ന് അപേക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് ഈ സർക്കാരിനെ വിലയിരുത്തി നോക്കിയാൽ ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ VD സതീഷിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തെ ഉത്തരോത്തരം വളർച്ചയിലേക്ക് എത്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് പരിശോധിച്ച് നോക്കും. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ LDF CPM വളരെ വിമർശനത്തോടെ പറയുന്ന ഒരു കാര്യമാണ് പവർ കട്ട്. അവരുടെ കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പവർ കട്ട് ഉണ്ടാകുന്നത്. അത് വലിയൊരു പ്രശ്നമാണ് എന്നുള്ള നിലയിൽ VD സതീശൻ സർക്കാരിനെ താറടിച്ചു കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് കാണിക്കാൻ വേണ്ടി ആ ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള മുന്നോട്ട് പോക്കിനെയും വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പവർ കട്ട് എന്ന് പറയുന്ന കാര്യം ചൂണ്ടിക്കാണിച്ച് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് കേരളം ഭരിച്ചിരുന്നത്. അന്ന് 2 ടേമുകളിലും 10 വർഷമായി പവർ കട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു തലമുറ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചു വരുന്ന വലിയൊരു കാലഘട്ടം അവർ പവർ കട്ട് എന്താണെന്ന് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഈ പവർ കട്ട് എന്താണ് എന്ന് ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പൊ VD സതീഷിന്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷമാണ് പവർ കട്ട് പുനഃസ്ഥാപിച്ചത്. UDFന്റെ എല്ലാ ഗവൺമെന്റുകളും കേരളം ഭരിക്കുമ്പോൾ അവരുടെ വൈദ്യുതി വകുപ്പിന്റെ ഒരു മുഖമുദ്രയായിരുന്നു പവർ കട്ട്. ആ സംവിധാനത്തെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായി ഇല്ലാതാക്കിയിരുന്നത്. അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് VD സതീശന്റെ രാഷ്ട്രീയ വിജയം എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. UDF സർക്കാരിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവലാണ് എന്ന് തന്നെ നമ്മൾ സമ്മതിച്ച് നൽകേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷവും നടത്തുന്ന എല്ലാ കുപ്രചരണങ്ങളെയും അവഗണിച്ച് തള്ളിക്കളയുക, പവർ കട്ടിനൊപ്പം നമ്മൾ ഉറച്ചു നിൽക്കുക, പവർ കട്ട് നീണാൽ വാഴട്ടെ, പവർ കട്ട് കീ ജയ് എന്ന മുദ്രാവാക്യം VD സതീഷിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഉച്ചസ്ഥരം വിളിക്കേണ്ട സമയമാണിത് എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. UDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷവും മറ്റു പല ആളുകളും ചേർന്ന് നിന്നുകൊണ്ട് വിമർശിക്കുന്ന വലിയൊരു സംഭവമാണ് PM ശ്രീ. പ്രത്യേകിച്ച് സമസ്ത, മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം, പിന്നെ SDPIക്കാർ, വെൽഫെയർ പാർട്ടിക്കാർ, മുസ്ലിം സംഘടനകൾ, അങ്ങനെ തുടങ്ങി CPI പോലുള്ള പ്രസ്ഥാനങ്ങളും വളരെ ഗൗരവത്തിൽ എതിർക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി അറബിക്കടലിൽ വലിച്ചെറിയും എന്നാണ് മുസ്ലിം ലീഗ് അന്ന് പറഞ്ഞത്. ഇന്ന് മുസ്ലിം ലീഗും അത് പ്രസംഗിച്ച ആളുകളും തന്നെ പറഞ്ഞു അതൊക്കെ വെറും പ്രസംഗമാണ്, അതിലൊന്നും നിങ്ങൾ അത്ര ഗൗരവമൊന്നും കൊടുക്കേണ്ടതില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് പലതും വിളിച്ചു പറയും അതൊക്കെ ഇവിടെ നടപ്പാക്കാനുള്ളതാണോ, ഞങ്ങൾ മന്ത്രിമാരും MLA മാരും ഭരണത്തിലൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്ന് ചോദിച്ചത് പരിഹാസ്യമായും ആക്ഷേപമായും ഒക്കെ പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതത്ര ശരിയായ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. അവർ ഒപ്പിട്ടത് കൊണ്ട് തന്നെ ഇനി ആ ഒപ്പ് എത്ര ശ്രമിച്ചാലും മായ്ക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന ആളാണ് അന്ന് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷനിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന പേരെഴുതിയിട്ടാണ് അവിടെ ഒപ്പിട്ടിരിക്കുന്നത്. ആ ഒപ്പിട്ട ഡേറ്റ് 2024-25 കാലയളവാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇനി ആ ഡേറ്റോ ആ സമയമോ ആ ഒപ്പോ അവിടെ നിന്ന് മാറ്റി വേറൊരു പേര് സ്ഥാപിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പിണറായി വിജയൻ ഒപ്പിട്ട ഒരു ഒപ്പും മാറ്റിയിട്ട് ഇനി VD സതീശന് അവിടെ ആ ഡേറ്റിൽ ഒപ്പിടാൻ സാധിക്കില്ല എന്നത് ഈ രാഷ്ട്രീയ ബുദ്ധിജീവികൾക്കൊന്നും മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ടായിരുന്നു. PM ശ്രീ പദ്ധതിയിൽ ഞങ്ങൾ പിന്നോട്ട് പോവുകയാണ്, UDF സർക്കാരിന്റെ രാഷ്ട്രീയ നയമാണത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ തിരുത്തൽ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുതിയ ബില്ലുകൾ അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭ തന്നെ അത്തരം റിപ്പോർട്ടുകൾ പാസാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആ ഹിഡൻ അജണ്ടകളെ പൊളിക്കാൻ കഴിയുമായിരുന്നു എന്ന് കേരളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്നു. പക്ഷേ രാഷ്ട്രീയ ബുദ്ധിജീവികളായ UDFന്റെ നേതാക്കൾക്ക് മാത്രം അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രതിസന്ധി. ഇനി VD സതീഷിന്റെ സത്യപ്രതിജ്ഞ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവിടെ വന്ദേമാതരം ഉച്ചസ്ഥലത്തിൽ ചൊല്ലി ആ വന്ദേമാതരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം ഇന്നും രക്തത്തിൽ പേർന്ന രാഹുൽ ഗാന്ധിയെ കൂടി എഴുന്നേൽപ്പിച്ചു നിർത്തിക്കൊണ്ട് വന്ദേമാതരത്തിന്റെ മുഴുവൻ പദങ്ങളും പദാവലികളും പാടിച്ചു കേൾപ്പിച്ചുകൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ വന്ദേമാതരം ധീരതയോടെ ആർജവത്തോടെ ആലപിച്ചത് എന്നുള്ളത്, രാഹുൽ ഗാന്ധിയെ സാക്ഷിയാക്കി എന്നുള്ളത്, പാണക്കാട് തങ്ങന്മാരുടെ തൊപ്പി ഉരിപ്പിച്ച് ആ വന്ദേമാതരത്തിന് സല്യൂട്ട് അടിപ്പിച്ചത് എന്നുള്ളത് ചെറിയ ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് ഇലക്ഷന് മുമ്പ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളൊന്നും തന്നെ ഇന്നവർക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും ജമാഅത്തെ ഇസ്ലാമിയും മീഡിയ 1 ചാനലും ഒക്കെ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ ആശയങ്ങൾ VD സതീഷിനെ അധികാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള
പരിശ്രമങ്ങൾ ഇന്ന് തുറന്നു പറയാൻ കഴിയാതെ ലജ്ജയോടെ തലതാഴ്ത്തി നിൽക്കുന്ന രംഗമാണ് ന്യൂനപക്ഷ മേഖലകളിലും ന്യൂനപക്ഷ സംഘടനകളിലുമൊക്കെ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെയൊക്കെ രാഷ്ട്രീയ പരാജയമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബുദ്ധിയുള്ള സംഘപരിവാറുകാരും ബുദ്ധിയുള്ള കോൺഗ്രസുകാരും ബുദ്ധിയുള്ളവരും പറയുന്നു വി.ഡി. സതീശൻ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പാണക്കാട് തങ്ങളും വി.ഡി. സതീശനും ചേർന്ന ഒരു മുന്നണി ഈ കേരളത്തെ സംഘപരിവാറിന് തീരെഴുതി കൊടുത്തുകൊണ്ട് എന്ന് ഇടതുപക്ഷം പറയുമെങ്കിലും അവരെ സ്വാംശീകരിച്ചുകൊണ്ട് കേരളത്തെ ഉത്തരോത്തരം വികസിപ്പിക്കാൻ വേണ്ടിയുള്ള നിരവധി അജണ്ടകളും രാഷ്ട്രീയ പദ്ധതികളുമായിട്ടാണ് വി.ഡി. സതീശന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കൂടെയുണ്ട് എന്നുള്ളത് വി.ഡി. സതീശന് ഏറെ ധൈര്യം പകരുന്നുണ്ട്. ഇനി മുസ്ലിം ലീഗിന്റെ 22 MLA പ്രതിഷേധം പറഞ്ഞ് പുറത്തു പോയാലും ഇപ്പുറത്ത് 80 പേരെ വെച്ച് കേരളം നന്നായി ഭരിക്കാൻ അറിയാമെന്ന് വി.ഡി. സതീശന് ഒരു ബോഡി ലാംഗ്വേജിലൂടെ കാണിക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ആകെ നിശബ്ദമായി അനുസരണയുള്ള ഒരു പ്രസ്ഥാനമായി അവരുടെ പ്രതിപക്ഷകാലത്തെ ദൗത്യങ്ങളൊക്കെ മറന്ന് ഭരണപക്ഷകാലത്തെ സംഘപരിവാർ ചങ്ങാത്തം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എന്ന ആരോപണവും കേരളത്തിലുണ്ട്. ഏതായാലും ഈ ആരോപണങ്ങളെ സംബന്ധിച്ചും ഈ ഗുണഗണങ്ങളെ സംബന്ധിച്ചും ഇത് കേൾക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് തീർച്ചയായും കമന്റ് ചെയ്യണം, പറയണം. അപ്പോഴേ എനിക്കും ഇതിലെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.